കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അതൊരു നല്ലൊരു പഠിപ്പിക്കലല്ലേ. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനോട്, സഹപാഠിയോട്, ഇവിടെ ജോലി ചെയ്യുന്നവനോട്, കീഴുദ്യോഗസ്ഥനോട് കരുണ കാണിച്ചാൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. പക്ഷെ ഇത് എളുപ്പമാണോ? അല്ലെങ്കിൽ ആർക്കും ഇത് സാധിക്കില്ല. പ്രമാണത്തിന്റെ കീഴിൽ നിൽക്കുന്നവന് സാധിക്കില്ല. പ്രമാണത്തിലെ ഏറ്റവും വലിയ പുള്ളിക്കാരൻ സ്നാനപ്പെടാൻ വരുന്ന ജനത്തോട് പറയണം, പിശാചിന്റെ മക്കളെ, നീ എനക്ക് എന്ത് കണ്ടിട്ടാണ് സ്നാനപ്പെടാൻ വരുന്നതെന്ന് ചോദിച്ചാൽ, കാരണം ഇത്രേ പറ്റൂ. പക്ഷേ പ്രമാണത്തിൽ നിൽക്കുന്നവൻ, ഒരു കുറവുമില്ലാത്തവൻ പൗലോസ്, അദ്ദേഹം തിരിച്ചറിഞ്ഞു. ക്രിസ്തു തന്നെ നീതിയായിട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര പാപിയാണെന്നുള്ള തിരിച്ചറിയും. ഒരു കുറവുമില്ല മനുഷ്യ ദൃഷ്ടിയിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പാപികളിൽ ഞാൻ ഒന്നാമൻ. അതുകൊണ്ട് കൃപയുടെ ദൂത് മുഴുവൻ ഈ മനുഷ്യനിലൂടെ വന്നത്. നമുക്ക് കിട്ടിയ കരുണയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. ദൈവസ്നേഹത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞാൽ കുട്ടു സഹോദരനോട് കരുണ കാണിക്കാൻ പറ്റും. പാപികളോടും ചുങ്കക്കാരോടും കരുണ കാണിച്ച കർത്താവിനെ പ്രതിഫലിപ്പിക്കാൻ പറ്റും.